ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി, ഡിയോ 6 മോഡലാണ്. നമ്മൾ സർവീസിന് വേണ്ടിയിട്ടുണ്ട്. ജനറൽ സർവീസൊക്കെയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബാറ്ററി ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബാറ്ററി ബ്രേക്സും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതിൽ വേറെ കംപ്ലയിൻറ്റ് നൽകിയത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തിൽ അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയൊക്കെ ഉണ്ട്. അതിൻ്റെ ക്ലച്ച് പുള്ളിയാണ്. ക്ലച്ച് പുള്ളി നമ്മളൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ചെറിയൊരു ടൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്ലച്ച് പുള്ളിക്ക്. അപ്പോൾ ഇത്തവണ നമുക്കതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അടുത്ത തവണ ആകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പ്രശ്നം കാണിക്കാതെങ്കിൽ ആ ക്ലച്ച് പുള്ളി നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ ക്ലച്ച് ഷൂ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല. കൂടുതൽ കംപ്ലയിൻറ്റ് അടുത്ത സർവീസ് കാണിക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സർവീസിന് ഇതേപോലെ അയച്ച് ചെക്ക് ചെയ്യും. അപ്പോൾ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിടാം. അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിനെ ക്ലീൻ ചെയ്തിട്ടാണ് മതി, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബെൽറ്റായാലും നിലവിലിപ്പോൾ ചെറിയൊരു പൊട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല. കമ്പനി ബെൽറ്റൊന്നുമല്ല, എന്നാലും വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല, നമുക്ക് അതിനെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അതുപോലെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററി, വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നത്. എന്നാലും നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.71 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫിൻ്റെ കൂടുതൽ എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി ഒന്ന് മാറ്റിക്കളഞ്ഞാൽ മതി. ഇപ്പോൾ അതിന് വേണ്ടി മാറ്റമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് ഓടിക്കുമ്പോൾ ചെറിയൊരു സൈഡ് വ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. കൂടുതലായിട്ടില്ല, ചെറുതായിട്ട്. അത് ഈ ടയറിൻ്റെ പ്രശ്നമാണ്. ടയർ മാക്സിമം ആയിട്ടുണ്ട്. ആ ടയറും മാറ്റേണ്ടി വരും കേട്ടോ. ടയർ ഒരു സൈഡൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കും. നല്ല ഗ്രിപ്പൊക്കെ നല്ല ടൈമാണ് വന്നിട്ടില്ല. അപ്പോൾ ടയർ മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത്. പിന്നെ നമ്മളതിൻ്റെ പ്ലഗ്ഗെല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പ്ലഗും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വേറെ ഓടിച്ച് നോക്കുമ്പോഴായാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. സർവീസിൻ്റേതായ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ആ ടയർ മാറ്റണമെങ്കിൽ പ്രത്യേകം പറഞ്ഞാൽ മതി. നോക്കിയിട്ട് ഒരു ടയർ കൂടാനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. ടയർ മാറ്റണമെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ.